പതിവ് പോലെ ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഇന്ന് ഞാനൊരു കഥ പറയാം. ഞാൻ ആദ്യമായി ദുബായിലേക്ക് വന്നത് 2015-ലാണ്. ഒരു മാസത്തെ വിസിറ്റ് വിസയിലായിരുന്നു വന്നത്. എൻ്റെ പാപ്പ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് ആദ്യമായിട്ട് എനിക്ക് ജോബ് കിട്ടിയത്. പക്ഷേ ജോബ് ലൊക്കേഷൻ കിട്ടിയത് അബുദാബിയിലായിരുന്നു. എന്തോ ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു ഞാൻ അബുദാബിക്ക് പോയത്. അതിന് വേറെ കാരണവും ഉണ്ടായിരുന്നു. ആകെ അറിയാവുന്നത് കുറച്ച് ആളുകൾ മാത്രമായിരുന്നു. അവരാണെങ്കിൽ ദുബായിലും. ഇതിപ്പോ അബുദാബിയിൽ, അതും ദുബായിൽ നിന്ന് ഒത്തിരി ദൂരെ. പിന്നെ അറിയാവുന്നവരായിട്ട് ആരുമില്ല അവിടെ. എന്തായാലും ഞാൻ എത്തിപ്പെട്ടത് ശരിക്കും മറ്റൊരു ലോകത്തായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലെത്തണമെന്ന ഒറ്റ ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതിയെ പതിയെ ഞാൻ ആ സത്യം മനസ്സിലാക്കി തുടങ്ങി. പെട്ടെന്നൊരു തിരിച്ചുപോക്ക് അത് അത്ര എളുപ്പമല്ല. അബുദാബി ദുബായിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ നഗരം, വലിയ തിരക്കൊന്നുമില്ലാത്തൊരു സിറ്റി. ഞാൻ താമസിച്ചിരുന്നത് അൽവദ മാളിനടുത്തായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സുഹൃത്തുക്കളെ കുറിച്ചാണ്. കിഷോറേട്ടൻ, സുധാകരൻ, അരുൺ, പ്രതിഭേട്ടൻ, ഇവരുടെ ഒന്നും പേര് പറയാണ്ട് ഈ കഥ മുന്നോട്ട് പോകില്ല. ഞങ്ങൾ എല്ലാവരും സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയായിരുന്നു. ഏതൊക്കെയോ നാട്ടിലെ ആളുകൾ, ഒരിക്കലും കണ്ടുമുട്ടാൻ ഒട്ടും സാധ്യതയില്ലാത്ത ആളുകൾ. എന്നിട്ടും അവരൊക്കെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളുകളായി മാറിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ കുറച്ച് ചങ്ങാതിമാർ? എന്തോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലെങ്കിലും കാണാറില്ലെങ്കിലും ആ സുഹൃത്ത് ബന്ധങ്ങൾ ഇപ്പോഴും പഴയതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ദൃഢമേറിയതായി കഴിഞ്ഞിരിക്കുന്നു. അബുദാബിയിലേക്ക് ഇഷ്ടമല്ലാതെ പോയ എനിക്ക് 4 വർഷത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി ഓർമ്മകളും ഒരു കൂട്ടം സുഹൃത്തുക്കളെയും തന്നാണ് ഈ സിറ്റി എന്നെ തിരിച്ചുവിട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.